ഹലോ ഹായ്. ഇന്നലെ സച്ചിൻ ബ്രോയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മളെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്കുകളെ പറ്റിയിട്ട്. ആ വീഡിയോ പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 18ഓളം കോടി രൂപ ചെലവിലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച് ജില്ലയിൽ നവീകരിക്കുന്നത് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. വർക്കുകൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ലുക്ക് ചേഞ്ച് ആയിരിക്കുന്നത് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് തന്നെയാണ്. ആ പഴയ എൻട്രൻസിൻ്റെ ലുക്ക് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് പാർക്കിംഗ് ഏരിയയുടെ വർക്കാണ്. വർക്ക് കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. പണ്ട് കാട് പിടിച്ച് കിടന്നിരുന്ന റെയിൽവേയുടെ മുഴുവൻ ഭാഗങ്ങളും ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ ഭാഗത്ത് ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആ ഭാഗത്തെ പാർക്കിംഗ് ഏരിയയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എസ്കലേറ്ററിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ലിഫ്റ്റും 2ാം പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻ എൻട്രൻസിലെ ടിക്കറ്റ് കൗണ്ടറും മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. മറ്റൊന്നുള്ളത് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കായിട്ട് ഒറ്റ ബ്രിഡ്ജ് ആക്കിയിട്ടുണ്ട്. ആദ്യം ഒരു ബ്രിഡ്ജ് കയറിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നടന്നിട്ട് വേണം അടുത്ത ബ്രിഡ്ജ് കയറാനും. ഇനി അതിൻ്റെ ആവശ്യമില്ല, ഒരു പാലത്തു നിന്ന് തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും എത്താം. നിലവിൽ ഒരു 80% വർക്ക് കഴിഞ്ഞെന്ന് തന്നെ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിച്ചോ. തിരൂരിലെ കാഴ്ചകൾക്ക് പേജ് ഫോളോ ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം മസൂദ് തിരൂർ.